ഖസായിസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവും ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹും അവിടെ താരീഖിൽ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഇബ്നു അബ്ദുല്ലാഹിൽ ഹാഷിമി റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. മഹാനവർ പറയാണ്, ഞാൻ ഒരിക്കൽ ഇന്ത്യയിൽ ചെന്നു. അവിടെ ചില നാടുകളിൽ സുഗന്ധമുള്ള ഒരു വലിയ കറുത്ത പുഷ്പം കാണുകയാണ്. അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കറുത്ത പൂവുണ്ട്. ആ പൂവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് ഉമർ വൽ ഫാറൂഖ് എന്ന് എഴുതി വെച്ചതായി കാണാനിടയായി. അതിന് സംശയം, അല്ല ഇതിപ്പോൾ എങ്ങനെ ആരെങ്കിലും എഴുതി വെച്ചതായിരിക്കും? ഒരു സംശയം മഹാനവർക്ക് കുടുങ്ങുകയാണ്. അങ്ങനെ ഈ ചെടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് പുറം ലോകം കാണാത്ത, മറ്റുള്ള ആളുകൾ കാണാത്ത രൂപത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് മഹാനവർക്ക് കാണാൻ ആഗ്രഹമായി. എന്നാൽ നമുക്ക് വിശ്വസിക്കാമല്ലോ. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർക്ക് എഴുതാൻ പറ്റില്ലല്ലോ, അത് പൊളിച്ചിട്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ. പൊളിച്ച് നമുക്ക് കാണാനും സാധ്യമാവുമല്ലോ. നോക്കുമ്പോൾ അങ്ങനെ ഒരു പൂവ് കാണുകയും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തുറന്നപ്പോൾ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതേ അക്ഷരത്തിൽ, ഇതേ മറ്റേ പുറം ഭാഗത്ത് കണ്ട അതേ ഹാൻഡ് റൈറ്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖ് എന്ന് എഴുതി വെച്ചതായി മഹാനവറുകൾ കാണുകയാണ്. അപ്പം ഇതിലൂടെ മുത്തുനബിയുടെ മഹത്വവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മഹത്വവും ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മഹത്വവും നമുക്ക് നല്ല രൂപത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിലൂടെ വേറൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി, അതുപോലെ തന്നെ ദൃഷ്ടാന്തങ്ങൾ, മുത്തുനബിയുടെ മഹത്വം എല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇതിലൂടെ മനസ്സിലാകുന്ന വേറൊരു വിഷയം കൂടി, ചിന്തിക്കുന്നവർക്ക് ധാരാളം പഠനം ഇതിലുണ്ട്. കാരണം ഈ തുറക്കപ്പെടാത്ത ഒരു പൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു വാക്യം എഴുതി വെക്കാൻ പറ്റണമെങ്കിൽ ഇത് എന്തായാലും മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ. ഇത് സൃഷ്ടാവിന് മാത്രമല്ലേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സൃഷ്ടാവിന് അത്രത്തോളം ഇഷ്ടമുള്ളവരെ പേരല്ലേ അങ്ങനെ എഴുതി വെക്കുകയുള്ളൂ എന്നും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.